ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 5 ഇഡിയംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇഡിയം എന്താണെന്നറിയാമോ? ഈ ഇഡിയംസ് ഒരുപാട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ മിക്കവാറും ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്ന ചില കോൺവെർസേഷനുകൾ ഉണ്ടായിരിക്കും. എക്സാമ്പിള്, നമ്മളിപ്പോൾ 2 സ്റ്റുഡൻസുകൾ തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പറയുകയാണ് ഇംഗ്ലീഷ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് എന്ന്. അപ്പോൾ മറ്റേ സ്റ്റുഡൻറ്റ് പറയുകയാണ് മാത്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ബട്ട് ഇംഗ്ലീഷ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തേ കപ്പ് ഓഫ് ടീ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എൻ്റെ ഇതിന് പറ്റിയതല്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് അല്ല, എനിക്കിഷ്ടം മാത്സ് ആണ് എന്നാണ്. അപ്പോൾ അവരവിടെ ഇഡിയമാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു നേറ്റീവ് സ്പീക്കേഴ്സിനോടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ കൂടുതലും ഇഡിയംസ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ കോൺവെർസേഷൻ മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ ബിഗിനർ ലെവലിലാണെങ്കിൽ പോലും നമ്മൾക്ക് ചെറിയ ചെറിയ ഇഡിയംസ് യൂസ് ചെയ്ത് നമ്മുടെ കോൺവെർസേഷൻ ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെ അഡ്വാൻസ്ഡ് ലെവൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ 5 ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു 5 ഇഡിയംസ് ആണ് പറഞ്ഞു തരുന്നത്. അതിൽ ഫസ്റ്റ് ഇഡിയം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദ ഐസ് എന്നാണ്. ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ കുറേ നേരം ഒരു ദിവസത്തെ ട്രാവലിംഗ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയതിന് ശേഷം നമ്മൾ ആരെങ്കിലും ഒരാൾ ചിരിക്കും. അതായത് ആ ഒരു കുറേ നേരത്തെ സൈലൻസ് അവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ വന്നിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷം ഒരാളോട് പറയുകയാണ് ഞാൻ ഇന്ന് ട്രെയിനിൽ വെച്ച് ഇന്നൊരാളെ കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഫൈനലി ഞാനിന്ന് ചിരിച്ചു. പിന്നെ ഞങ്ങൾ കുറേ സംസാരിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് അവിടെ യൂസ് ചെയ്യാം ദ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞ ഇഡിയം. അതായത് ഐ സ്മൈൽ ടു ബ്രേക്ക് ദ ഐസ്. അതായത് ആ സൈലൻസ് മാറ്റാൻ വേണ്ടി ഞാൻ ചിരിച്ചു. ഐ സ്മൈൽ ടു ബ്രേക്ക് ദ ഐസ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ബസ്സിൽ പോകുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിനായിട്ട് പോകട്ടെ, നമ്മൾ അപരിചിതരായിട്ടുള്ളവരെ കാണുമ്പോഴത്തേക്കോ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾ ചെന്ന് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയില്ലേ, അപ്പോൾ നിങ്ങൾ അവിടുത്തെ ആ ഒരു മൗനം നിങ്ങൾ മുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമല്ലോ, അതിനാണ് ബ്രേക്ക് ദ ഐസ് എന്ന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ ടോൾഡ് എ ഫണ്ണി ജോക്ക് ടു ബ്രേക്ക് ദ ഐസ്. നിങ്ങൾ കുറച്ച് കൂട്ടുകാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു വിചാരിക്കുക. അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫണ്ണി ജോക്ക് പറഞ്ഞു. ഐ ടോൾഡ് എ ഫണ്ണി ജോക്ക് ടു ബ്രേക്ക് ദ ഐസ്. ദ ടീച്ചർ പ്ലേഡ് എ ഗെയിം ടു ബ്രേക്ക് ദ ഐസ്. കുട്ടികളെല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ടീച്ചർ ഓക്കെ നമുക്കെല്ലാവരും ഒന്ന് ഉഷാറാവാൻ വേണ്ടി എന്ത് ചെയ്യുക, നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്താ ചെയ്തത്? ദ ടീച്ചർ പ്ലേഡ് എ ഗെയിം ടു ബ്രേക്ക് ദ ഐസ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഐ സ്മൈൽ ടു ബ്രേക്ക് ദ ഐസ്. ഞാൻ ചിരിച്ചു അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു മാത്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുകയാണ്. അപ്പോൾ മാത്സ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ദിസ് പ്രോബ്ലം ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. അതായത് ഈ പ്രോബ്ലം എനിക്കൊരു പീസ് ഓഫ് കേക്ക് ആണ്, എനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ദിസ് ഹോംവർക്ക് ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. ഈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് പീസ് ഓഫ് കേക്കാണ്, എനിക്കൊരു വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക്. നിങ്ങളുടെ ഒരു എക്സാം കഴിഞ്ഞു, ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞു. ആ എക്സാം നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു. നിങ്ങൾക്ക് പറയാം ദ എക്സാം വാസ് ഈസി എന്ന് പറയുന്നതിനേക്കാളും പകരം നിങ്ങൾക്ക് ജസ്റ്റ് ഈ വേർഡ് പറയാം, ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുക്കിങ്ങിൽ ചിലർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ ചിലർക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാം അത് അവളുടെ ഒരു പീസ് ഓഫ് കേക്കാണ്. കുക്കിംഗ് ദിസ് ഡിഷ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ആ ഒരു ഡിഷ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് കേക്കാണ്, അതൊരു എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമല്ലേ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇഡിയം ഇറ്റ് ഈസ് എ പീസ് ഓഫ് കേക്ക് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭംഗി കൂട്ടുന്നു, നിങ്ങളുടെ ഒരു ലെവല് അത് കൂട്ടി കാണിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിറ്റ് ദ ബുക്സ്. ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കാം. ഐ ഹാവ് ആൻ എക്സാം ടുമോറോ, സോ ഐ മസ്റ്റ് ഹിറ്റ് ദ ബുക്സ്. എനിക്ക് നാളെ എക്സാം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും നന്നായിട്ട് പഠിക്കണം. മൈ സിസ്റ്റർ ഈസ് ഹിറ്റിംഗ് ദ ബുക്സ് ഫോർ ഹെർ ഇൻ്റർവ്യൂ. അവളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി അവളിപ്പോൾ ബുക്കുകൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഹിറ്റ് ദ ബുക്സ് ആഫ്റ്റർ ലഞ്ച്. നമുക്ക് ലഞ്ചിന് ശേഷം നമുക്ക് പഠിക്കാം. ഇതൊക്കെയാണ് ഹിറ്റ് ദ ബുക്സ്. അപ്പം നിങ്ങൾ ആരെങ്കിലും പഠിക്കുന്ന കാര്യമോ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും ഹിറ്റ് ദ ബുക്സ് എന്ന് പറയുന്ന
ഇഡിയം യൂസ് ചെയ്യാം. അടുത്ത അണ്ടർ ദ വെതർ. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ എപ്പോഴും ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടുഡേ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. നിങ്ങളൊരു മാനേജേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് വയ്യ എന്ന് സംസാരിക്കുമ്പോൾ ഈ നോട്ട് ഫീലിംഗ് വെല്ലിന് പകരം എന്താ ടുഡേ ഐ ആം അണ്ടർ ദ വെതർ, ഇന്ന് എനിക്ക് സുഖമില്ല, ഞാൻ അണ്ടർ ദ വെതർ ആണ് എന്ന് പറയാം. അപ്പോൾ തന്നെ അതൊരു ഭംഗിയായി. ആ സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലാണെന്ന് ഫീൽ ചെയ്യും. സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഐ വാസ് അണ്ടർ ദ വെതർ. ഞാൻ വീട്ടിൽ തന്നെ തുടർന്നു ബിക്കോസ് ഐ വാസ് അണ്ടർ ദ വെതർ, എനിക്ക് ഇത്തിരി വയ്യായിരുന്നു അതുകൊണ്ട്. ഷീ ലുക്സ് അണ്ടർ ദ വെതർ ടുഡേ. ഇന്നും അവളെ കണ്ടിട്ട് വയ്യായെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു കൊളീഗ് രാവിലെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പറയണ്ട ഷീ ലുക്സ് നോട്ട് ഫീലിംഗ് വെൽ, അവളെ കണ്ടിട്ട് സുഖിൽ, അങ്ങനെയല്ല പറയണ്ടേ. ഷീ ലുക്സ് അണ്ടർ ദ വെതർ ടുഡേ എന്ന് വേണം പറയാം. ഐ ആം ഫീലിംഗ് അണ്ടർ ദ വെതർ സോ ഐ വിൽ റെസ്റ്റ്. എനിക്കിന്ന് എന്തോ വയ്യായെന്ന് തോന്നുന്നു, ഞാൻ അതുകൊണ്ട് റെസ്റ്റ് എടുക്കും എന്നാണ് പറയുന്നത്. ഇനി ക്വാളിറ്റി ഡേ. ക്വാളിറ്റി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പരിപാടി, ഇന്നത്തെ ജോലിയാണെങ്കിലും എന്താണെങ്കിലും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഡേ. എക്സാമ്പിൾസ്: വി ഫിനിഷ്ഡ് അവർ വർക്ക്, ലെറ്റ്സ് ക്വാളിറ്റി ഡേ. നമ്മുടെ ഇന്നത്തെ എല്ലാ ജോലിയും കഴിഞ്ഞു, ലെറ്റ്സ് ക്വാളിറ്റി ഡേ, ഇത് അവസാനിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ. ഐ ആം ടയേർഡ്, ഐ വിൽ ക്വാളിറ്റി ഡേ. എനിക്ക് ടയേർഡായി, ഞാനിത് നിർത്താൻ പോവുകയാണ്. The team called it a day after the meeting. ആ മീറ്റിങ്ങിന് ശേഷം അവർ മീറ്റിംഗ് തീരാറായി അല്ലെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞു എന്നുള്ള ആ ഒരു രീതിയിലാണ് ക്വാളിറ്റി ഡേ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പ്രാക്ടീസാണ്. ഇവിടെ ഞാൻ ഈ 5 ഇഡിയം വെച്ച് നിങ്ങളിത് ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആ ഇഡിയം വന്നു കഴിയുമ്പോഴത്തേക്കും ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും ഭംഗിയും എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് നോക്കാം. Yesterday was my first day at a new English class. I smiled and introduced myself to break the ice. The first lesson was a piece of cake, so I felt confident. When I reached home, I hid the books because I wanted to improve my English. Later, I felt under the weather, so I decided to call it a day and get some rest. ഈസി ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. ഇതിൻ്റെ ഞാൻ മലയാളം പറഞ്ഞു തരുന്നില്ല, കാരണം ഓൾറെഡി എല്ലാത്തിൻ്റെയും മീനിങ് നിങ്ങൾക്ക് അറിയാം. സോ ഈ ഇഡിയംസ് 5 നിങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ, ഈ ഇഡിയംസ് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങളൊരു നേറ്റീവ് സ്പീക്കേഴ്സിനോടോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഗ്രാമറും അറിയണം, വൊക്കാബുലറിയും അറിയണം, അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ഇഡിയംസ്. നമ്മൾ പഴഞ്ചൊല്ലുകൾ യൂസ് ചെയ്യുന്നത് പോലെയാണ് അവർ ഈ ഇഡിയംസ് അവരുടെ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് വിട്ടുപോകും. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ഇതുപോലെ പാരഗ്രാഫ് എഴുതി എല്ലാവരും പഠിക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ്.